പിന്നെ എവിടെയെങ്കിലും കരഞ്ഞു പിഴിഞ്ഞങ്ങ് ഒടുങ്ങും. അപ്പൊ നമുക്കൊരു റീത്ത് കൊണ്ടുപോയങ്ങ് വെക്കണം. അനശ്വര പ്രണയിനിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്നൊരു കുറിപ്പും. പിന്നെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. വിഷ്ണുവിനെ തീർക്കാനുള്ള വർക്ക് നമുക്ക് ഇത്തവണ പുറത്തു കൊടുക്കണ്ട. അതൊക്കെ പിന്നെ വലിയ ജോലിയാവും. ഈ വികട സരസ്വതി ചതിച്ചാലേ ഏൽപ്പിക്കുന്നവനകത്തു പോകും. അതിവിടുത്തെ നാട്ടുംപുറത്തെ ഗുണ്ടകളെ ഏൽപ്പിക്കുമ്പോഴല്ലേ. ആനയെ വീഴ്ത്താൻ എലിക്കണി വെച്ചിട്ട് എന്താ കാര്യം? അതിന് വാരിക്കുഴി തന്നെ വേണം. വിഷ്ണുവിനെ പോലത്തെ ഒരുത്തനെ തീർക്കണമെങ്കിൽ അവനേക്കാൾ അടവ് പഠിച്ചവരെ ഇറക്കണ്ടേ? ഇറക്കിത്തരാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് നല്ല ജൂഡോ പഠിച്ച പിള്ളേരാ. 4-5 പേരിങ്ങ് വന്നിറങ്ങും. ഒരേ ഒരു രാത്രി പിറ്റേന്ന് പണിയും തീർത്ത് മറ്റൊരു ഫ്ലൈറ്റിന് അവർ കുടികേറും. വിഷ്ണു പോലും അറിയില്ല അവന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പരലോകത്തേക്ക് പറക്കുന്നത്. എന്റെ കൊച്ചെ, ഈ വലക്കണിപ്പെട്ട് കിടക്കുന്ന മുയലിനെ കൊല്ലാനേ ഈ മോസ്റ്റ് മോഡേൺ മെഷീൻ ഗണ്ണിൽ തിരക്കി പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ചെറിയ ഇഷ്ടിക കഷ്ണം മതി. അത് വെച്ച് അവന്റെ മെഡലോ ബ്ലാങ്കറ്റിക്ക് ഒന്ന് കൊടുത്താലേ അപ്പ തീരും. കാര്യം നിസ്സാരം. ആര് തട്ടും? ഞാൻ തട്ടും. എടി കൊച്ച, ഒരു ഇത്തിരി പ്രായം തോന്നിക്കുന്നേ ഉള്ളൂ. ഈ ജൂഡോ പഠിച്ച പയ്യന്മാർ അത്രയും വന്നില്ലേലും കാട്ടിൽ പോയി കാട്ടുപന്നിയെ തീർത്ത പാരമ്പര്യമുണ്ട് മോളെ എനിക്ക്. തീർക്കുക മാത്രമല്ല, തിന്നിട്ടുമുണ്ട്. ഈ വിഷ്ണുവിനെയൊക്കെ തീർക്കാൻ ആ പാരമ്പര്യത്തിന്റെ തഴമ്പൊക്കെ ധാരാളമാണ്. പിന്നെ മരിച്ചുപോയ കാരണവന്മാർക്ക് ബലിയിടാത്തോണ്ടാവും ഈ ബലിക്കാക്കൾക്ക് എന്നെ കാണുമ്പോ ചെറിയൊരു ചൊറിച്ചില. ചില സ്ഥലത്തൂടൊക്കെ പോകുമ്പോ തലയിൽ വന്ന് കൊത്തും. വിഷ്ണുവിനെ തീർത്ത് അവന് വേണ്ടി വെക്കുന്ന ബലിച്ചോറ് വെറ്റൊക്കെ തിന്നാൻ കൊടുത്താ എന്നോടുള്ള കെറുവങ്ങ് മാറിക്കിട്ടും. വിഷ്ണു അവൻ ശാരദാമ്മയുടെ വിഷ്ണു ഭാഗത്തെങ്കിൽ ലയിക്കുകയും ചെയ്യും. കൊന്ന പാപം കാക്കകളെ കൊണ്ട് തീറ്റിച്ചു തീർക്കാം അല്ലേ? അല്ലാതെ വേറെ വഴിയില്ലല്ലോ. വീട് വെപ്പ് കിടക്കല്ലേ. സുസ്മിത അകത്തായപ്പോ അങ്ങനെയുള്ള വരവൊക്കെ നിലച്ചില്ലേ. പിന്നെ അവളുടെ കേസിന് വേണ്ടി കുറച്ച് കാശ് പിടിച്ചു. ചിറ്റപ്പനല്ലേ, മുടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി അവള് തിരിച്ചിറങ്ങിയാലേ ഈ പോയ പണമൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഉടനെങ്ങാനും സുസ്മിത ഇറങ്ങോ? അണ്ടർഗ്രൗണ്ടിൽ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. പിന്നെ ഈ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ അവളെ കാര്യം. ആരെങ്കിലും കൈയും കാലും പിടിച്ച് എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കാൻ നോക്കുമ്പോ പിച്ചിന്ന് മാന്തിയെന്ന് പറഞ്ഞ് ജയിൽ വാർഡന്മാരുടെ ഫോൺ വരും.